ആരംഭിക്കലാമാ ട്രിപ്പ് ടു ഷ്വൈസ്. ജർമ്മനിയിലെ മൈൻസിൽ നിന്ന് ഞങ്ങളങ്ങനെ യാത്ര തിരിച്ചു. സ്വിറ്റ്സർലാൻഡിലെ ഊസ്റ്ററിലേക്കാണ് ഈ ട്രെയിൻ യാത്ര നീളുന്നത്. ആൽവിൻ്റെയും മീനുവിൻ്റെയും കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കല്യാണം നമ്മൾ ആസ്വദിക്കാനും ആഘോഷിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് ഞങ്ങളുടെ ഇന്നത്തെ ട്രെയിൻ യാത്ര. ട്രെയിൻ യാത്രയിൽ ബോറടി മാറ്റാനായിട്ട് കുറച്ച് ചോക്ലേറ്റും അതുപോലെ തന്നെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ എടുത്തിരുന്നു. ആ ചോക്ലേറ്റിൽ ഈ ഒരു കിൻഡർ ജോയ് ഇല്ലാതെ ചിങ്കാരിക്ക് അത് പറ്റില്ല. അത് കാരണം കൊണ്ട് കിൻഡർ ജോയ് ഞങ്ങൾ വാങ്ങി. പിന്നെ ഒരു 6-7 മണിക്കൂർ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് യാത്ര. അപ്പോൾ അത്യാവശ്യം നേരം പോക്കുകൾ വളരെ അത്യാവശ്യമാണ്. സോ കിൻഡർ ജോയിലെ ചോക്ലേറ്റും അതുപോലെ ടോയ്സും എല്ലാം ഞങ്ങളെടുത്ത് ആ ഒരു ട്രെയിൻ യാത്ര നല്ല സൂപ്പർ ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ ഷാഫ്ഹൗസൻ, സിങ്ങൻ എന്നീ പറയുന്ന സ്റ്റേഷനുകളിലൂടെയാണ് ഊസ്റ്റർ എന്ന ഈ ഒരു സിറ്റിയിലേക്ക് ഞങ്ങൾ എത്തുന്നത്. ഡബിൾ ഡെക്കർ ട്രെയിനിലെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല, എന്നിരുന്നാലും അത്യാവശ്യം ട്രെയിൻ കപ്പാസിറ്റി ഫുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഒരുപാട് നേരം കഴിഞ്ഞ് ഊസ്റ്റർ എന്ന സിറ്റിയിലേക്ക് എത്താനായിട്ടിരിക്കുകയാണ്. ഈ കാണുന്ന പോലെയുള്ള ഡബിൾ ഡെക്കർ ട്രെയിനിലാണ് നമ്മുടെ യാത്ര. ഒരുപാട് റിലാക്സ്ഡ് ആയിട്ടുള്ള യാത്രയാണ് ഈ ഡബിൾ ഡെക്കർ ട്രെയിനിലൂടെ പോകുമ്പോൾ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിച്ചത്. നല്ല വ്യൂകൾ കാണാനും അതുപോലെ തന്നെയുള്ള നല്ല പ്രകൃതി ഭംഗിയോട് കൂടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഹൈറ്റിൽ നിന്നുള്ള സീറ്റിലെ വ്യൂവിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 6 to 8 hours ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഈ ജേർണി. ഗ്രൻസെ ക്രോസ് ചെയ്താൽ, അതായത് ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിലെ ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള എസ്-ബേബയുടെ ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അവിടെ ഞങ്ങൾ പോയിട്ട് യൂറോ എല്ലാം കൊടുത്ത് ടിക്കറ്റ് എടുത്തു. അവിടെ കുറച്ചധികമാണ് ടിക്കറ്റ് റേറ്റ്. കമ്പാരിറ്റീവ്ലി നമുക്ക് ജർമ്മനിയിലെ യാത്ര ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് വെച്ചൊരു കാരണം കൊണ്ടാണ് ഒരുപാട് ഈസിയാണ്, അതുപോലെ തന്നെ ചെലവ് കുറവാണ്. Im Parkhaus war die Luft so frei. Alvin und Menu sagten 11 Jahre mit Freunden. അങ്ങനെ ഒരുപാട് സിറ്റി ഏരിയയും അതുപോലെ തന്നെ വില്ലേജ് ഏരിയകളൊക്കെ കടന്നുകൊണ്ട് ഞങ്ങൾ ഊസ്റ്റർ എന്ന് പറയുന്ന ഞങ്ങൾക്ക് എത്തിച്ചേരേണ്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് അവിടെ എത്തിയിരിക്കുകയാണ്. ഊസ്റ്റർ എത്തി നമ്മൾ അല്ലേ? ഇതായിരുന്നു നമ്മൾ വന്ന ട്രെയിൻ. അപ്പോൾ ഊസ്റ്റർ എത്തിയതിന് ശേഷം ഉണ്ടായ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. സോ ടിൽ ദെൻ, ബൈ ഫ്രം ട്രാവൽ ഓൺ റോഡ്സ്. ചൂസ്. Die Lichter funkelten, wie ihre Liebe strahlt. Ein Fest, das niemand jemals vergisst.